പവസെ വീണ്ടും സ്വപ്ന സുരേഷിന്റെ ഒരു കാലം വന്നിരിക്കുകയാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇഡിയുടെ കേസുകൾ, വീണ വിജയന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വപ്ന സുരേഷ് ഒരു കാലത്ത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് തെളിയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇപ്പൊ ആദ്യം ഇഡി അന്വേഷണം വന്നപ്പോഴൊക്കെ റിട്ടേൺ ചെയ്യാനും വീട് വളയാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പാർട്ടി പോലും സൈലന്റ് ആയ ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ സ്വപ്ന സുരേഷിന്റെ ഇന്റർവ്യൂസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ മീഡിയാസ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും. ഇതിൽ സ്വപ്ന സുരേഷ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അവർ പറയുന്നതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് അവർ പറയുന്നത്. അവർ ഓൾറെഡി രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. ആ രഹസ്യമൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും പുറത്ത് അവരിപ്പോൾ തുറന്നു പറച്ചിലുകൾ നടത്തുന്നുണ്ട്. നേരത്തെയൊക്കെ അത് കോടതിയുടെ പരിധിയിലുള്ളതാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അവർ മൂടി വെക്കുമായിരുന്നു. അത് നിയമവ്യവസ്ഥയോടുള്ളൊരു ബഹുമാനം കൂട്ട്. പക്ഷെ ഇപ്പോൾ അവർ പല കാര്യങ്ങളും തുറന്ന് പറയാൻ ഉള്ള ധൈര്യം കുറച്ചും കൂടി കാണിക്കുന്നുണ്ട്. അവർ എപ്പോഴും ധൈര്യമുള്ള യുവതി തന്നെയാണ്. ഇപ്പൊ അവർ പറയുന്ന കാര്യങ്ങളിൽ താൻ കൊല്ലപ്പെട്ടേനെ അല്ലെങ്കിൽ അവർക്ക് നേരെ വധശ്രമം ഉണ്ടായി എന്നുള്ള തരത്തിൽ അവർ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ജയിലിൽ വെച്ച് കഠിനമായിട്ട് നെഞ്ചുവേദന ഫിറ്റ്സ് വരുന്ന ഒരാളാണ് അവര്. അപ്പൊ നെഞ്ചുവേദന കാർഡിയാക് പ്രോബ്ലം ഉള്ള ആളാണ്. അങ്ങനെ കാർഡിയാക് പ്രോബ്ലം വന്ന സമയത്ത് അധികൃതര് മനഃപൂർവ്വം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം അതായത് പല രഹസ്യങ്ങളും അതോടുകൂടി തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അത് പലപ്പോഴും നമ്മൾ ക്രൈം തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വപ്ന സുരേഷ് കൊല്ലപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. എന്താ പറയുക, ഇതിപ്പോൾ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ഭരണത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൽ അതിലുണ്ടായിരുന്നൊരു സ്വാധീനം നമുക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ സാധനം അവർക്ക് കിട്ടാറില്ല. മുഖ്യമന്ത്രി ഒരാളാകുമ്പോൾ ആഭ്യന്തരം വേറെ ഒരാളുടെ കയ്യിലായിരിക്കും. ഇത് രണ്ടും സമന്വയിച്ചിരുന്ന അയാളാണ് ഏറ്റവും വലിയ ശക്തനായ നേതാവ്. കാരണം മൊത്തം കൺട്രോൾ അയാളുടെ കയ്യിലായിരിക്കും. അപ്പം നിലവിൽ അങ്ങനെയായിരുന്നു പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കഴിഞ്ഞ 10 വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിലൊട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഇതെങ്ങനെ, ഇപ്പം പരസ്യമായിട്ട് ഒരാളെ കൊന്നാലേ പ്രശ്നമുള്ളൂ. ഹോസ്പിറ്റലിലാകുമ്പോൾ അറിഞ്ഞില്ല, രാത്രിയിലായിരുന്നു, ഉറക്കത്തിനിടയിൽ ഇതുണ്ടായത്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കണ്ട് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വരുന്ന പല കേസുകളും ഇതോടുകൂടി അസ്തമിക്കും ചെയ്യും എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അവർ ഗുണപ്പെടുന്ന അവർക്ക് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലീഗൽ വശങ്ങളും വരുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ വയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ഞങ്ങളാരും കണ്ടില്ല, രാത്രിയിലെ മറവിൽ അങ്ങനെ സംഭവം ഉണ്ടായത് എന്നുള്ളതോ അവർക്ക് അവരുടേതായ, ഞങ്ങളാരും ചെയ്തിട്ടല്ല, അവരുടേതായ ഹെൽത്ത് പരമായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിവായാൽ പോലും ഗവൺമെന്റിന് ഇതിൽ ഉത്തരവാദിത്തം വരുന്നില്ല. അതുകൊണ്ട് പോലീസിന് അദ്ദേഹത്തിന് പിടിപാടുണ്ടെന്ന് പറയാൻ കാരണം എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇഡി പ്രശ്നം ഉണ്ടായല്ലോ. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. ആലോചിക്കണം, കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ആയതിനു ശേഷം പോലീസ് അത് മറച്ചു വെച്ചു എന്നുള്ളതാണ്. ആരോട് ഈ സാധനം പറഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ട് CPM നേതാക്കന്മാർ വരുന്നു, ആ കാർ തല്ലിപ്പൊളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ പറഞ്ഞ പോലെ കൺട്രോളിൽ നിർത്താൻ ഈ പറഞ്ഞ പോലെ UDF സർക്കാരിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോലീസ് ഈ പറഞ്ഞ പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വലിയ തരത്തിലുള്ള അത്ഭുതമൊന്നും കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും ഇവിടെ 164 സ്റ്റേറ്റ്മെന്റ് ആ സമയത്ത് കൊടുത്ത സമയമായതുകൊണ്ട് തന്നെ അത് പിൻവലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ ഭാഗങ്ങളിൽ നിന്നിട്ട് സ്വപ്നയ്ക്ക് നിരന്തരമായിട്ട് ഭീഷണികൾ ഉണ്ടായിരുന്നു എന്ന് അവർ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്ന കൂട്ടത്തിൽ പിണറായി വിജയന്റെ കള്ളപ്പണ സോഴ്സിനെ പറ്റിയിട്ടും അവരിപ്പോൾ കൃത്യമായിട്ടും തുറന്നിരിക്കുന്നുണ്ട്. പറയുന്ന പോലെ ജപ്പാൻ, ഫ്രാൻസ്, അമേരിക്കയിലേക്കൊക്കെ വിദേശ നിക്ഷേപങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കള്ളപ്പണം, കള്ളസ്വർണം ഒക്കെ കടത്തിക്കൊണ്ടിരുന്നത് അങ്ങോട്ടാണെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഫോൺ, റെയില്, പിന്നെ നമ്മുടെ സ്പ്രിങ്ക്ലർ, ലൈഫ് മിഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളിലും ഏർപ്പെട്ടിരുന്നത് പല കമ്മീഷൻ ഇടപാടുകളിൽ, കമ്മീഷൻ വ്യവസ്ഥകളിലായിരുന്നു എന്നും ഇപ്പൊ സ്വപ്ന സുരേഷ് തുറന്നു പറയുന്നുണ്ട്. ശരിക്കും അവരുടെ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു. ഒരു സംഘം തന്നെ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും ഫണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നിയന്ത്രിക്കാനായിട്ട് വിദേശങ്ങളിൽ പോലും ഇദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു ഉപചാരക വൃന്ദങ്ങൾ ചെയ്തു കൊടുക്കുന്ന സാധനത്തിൽ ഒപ്പിടുക എന്നുള്ളത് മാത്രമേ പിണറായി വിജയന് റോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനേക്കാളും പിണറായിയേക്കാളും അവിടെ റോള് ഭാര്യ കമലയ്ക്കായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് പലരുടെയും. ഇത് ശിവശങ്കരൻ ഉൾപ്പെടെയുള്ളവരുടെ അധികാരി കമലയായിരുന്നു. കൂടുതലും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ശിവശങ്കരൻ, രവീന്ദ്രൻ, കമല മാഡം ഒക്കെ ആയിട്ടായിരുന്നു എന്നൊക്കെ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. പക്ഷെ ആദ്യം മുതലേ ഈ 10 വർഷക്കാലമാണെങ്കിലും ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴാണെങ്കിലും ഇത്തരത്തിലുള്ള സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിൽ ഒന്നും തന്നെ പ്രതികരണവുമായിട്ട്
പിണറായി വിജയൻ ഒരിക്കലും മാധ്യമങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ കോവിഡ് ടൈമിലാണെങ്കിൽ പോലും ശൈലജ ടീച്ചറെ മാറ്റി നിർത്തി വാർത്താ സമ്മേളനം നേരിട്ട് നടത്തിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന പിണറായി വിജയനായിരുന്നു. പക്ഷെ സ്വപ്ന സുരേഷ് എത്രയൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും അതിന്റെ പേരിൽ ഒരു മാനനഷ്ട കേസ് പോലും ഇതുവരേക്കും പിണറായി വിജയൻ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ സ്വപ്നയെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് വരുമ്പോൾ, ഇതിപ്പോ അവരുടെ കാര്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് വരുമ്പോൾ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. നമ്മുടെ ജനങ്ങളുടെ, കേരളത്തിലെ മനുഷ്യന്മാരുടെയൊക്കെ ഡേറ്റാസ്, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിദേശ കമ്പനിക്ക് ചോർത്തി കൊടുക്കുന്ന അതിന്റെ ഒരു ഡീല് സൈൻ ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ പോലും രാഷ്ട്രീയ ഉന്നതരെ, മകളെ ഉൾപ്പെടെ രക്ഷിക്കാനായിട്ട് പിണറായി വിജയൻ പല സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ പി.ടി. തോമസ് പറയുന്ന പോലെ പുത്രി സ്നേഹത്താൽ അന്ധനായ ഒരു മുഖ്യമന്ത്രി ആയിരുന്നു നമുക്കുണ്ടായിരുന്നതെന്ന് പി.ടി. തോമസ് നിയമസഭയിൽ പോലും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മകളോടുള്ള വാത്സല്യം നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ്. പിന്നെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോഴും ഈ പറയുന്ന സ്വപ്ന സുരേഷ് ഇപ്പോഴും ബാക്ക് ടു ഇന്റർവ്യൂസിന് മുന്നിൽ ഒരുപാട് വരികയാണ്, അഭിമുഖങ്ങൾ കൊടുക്കുകയാണ്. ഒരുപാട് നേരത്തേതിലും ശക്തമായിട്ടുള്ള വാദങ്ങൾ അവരെ അഴിച്ചു വിടുന്നുണ്ട്. ഇപ്പൊ VRS എടുത്ത് ശിവശങ്കരൻ മാറി നിന്നു. പക്ഷെ ഇതിന് ശേഷം ശിവശങ്കർ എന്ത് ചെയ്യാണ്? ശിവശങ്കറിന് ആരോഗ്യ അനാസ്ഥ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശിവശങ്കർ ഈ പറയുന്നത് പോലെ ശിവശങ്കരനെ പറ്റി വേറെ ഒരു ന്യൂസും ഇപ്പൊ നമ്മൾ കേൾക്കാറില്ല. അദ്ദേഹം ജയിലിലല്ല, പുറത്തുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? വെറുതെ ഒരു IAS ഉദ്യോഗസ്ഥൻ ആയിട്ട് വിരമിച്ച ആള് വെറുതെ ഇരിക്കുകയാണ് എന്നുള്ളത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വപ്ന സുരേഷ് ഇവിടെയും ഉന്നയിക്കുന്ന കാര്യം, ശിവശങ്കർ ഇപ്പോഴും പിണറായിയുടെ വിദേശ കമ്പനികളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇപ്പോഴും പിണറായിക്കൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ പ്രതിയായിട്ടുള്ള ഒരാള് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞു, VD സതീശൻ അല്ലെങ്കിൽ UDF സർക്കാരിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വലിച്ചയക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം, ഞങ്ങൾ ക്ലിയർ ആണ്, ഇതാണ് സംഭവിച്ചതെന്നുള്ള ജനങ്ങൾ നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പിണറായി വിജയനെതിരെ നിരന്തരമായിട്ടൊരു ലേഡി വന്നിരുന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിത്ത് എവിഡൻസ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലും പറയുന്നു. പക്ഷെ ഇതിനൊന്നും ഈ പറയുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിലെങ്കിലും വന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരണം. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്, ഈവൻ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്, അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാവാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ പോലെ ഡിഫാമേഷനായിട്ട് വരാവുന്നതാണ്. ഇതേപോലെ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഇമേജിനെ സൊസൈറ്റിക്ക് മുമ്പിൽ ഈ പറഞ്ഞ പോലെ പിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പല രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെതിരെ, പിണറായി വിജയനെതിരെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അന്നും മൗനം കീപ്പ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ മുമ്പോട്ട് വരുമ്പോൾ ഇപ്പോഴും അദ്ദേഹം സൈലൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെങ്കിൽ, അപ്പം ഈ പറഞ്ഞ പോലെ സത്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വല്ലാണ്ട് എതിർക്കാൻ നമ്മൾ പോവില്ല. കാരണം പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പണിയാവുന്നുള്ള സാധനം വരും. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വപ്ന സുരേഷ് പറഞ്ഞതിൽ സത്യം ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു വശം ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ടതില്ല, പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മൾ രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം വരുള്ളൂ. അവരിങ്ങനെ പറഞ്ഞോട്ടെ, അതത്ര മെയിൻ ചെയ്യേണ്ട. ഇപ്പം മോദിയുടെ മൻ കി ബാത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തിരിച്ചങ്ങോട്ടൊന്നും പറയില്ല. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം എടുക്കില്ല. വാർത്താ സമ്മേളനം എടുത്താലും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം ഉണ്ടാകുന്നതും പിന്നെ ഡിബേറ്റ് നടക്കുന്നതൊക്കെ, ഡിസ്കഷനൊക്കെ. അപ്പോൾ അതില്ലാത്തടത്തും ആ പ്രശ്നം വരില്ല. ഇവിടെ പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വെക്കാൻ പറ്റില്ല. തന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് പിണറായി വിജയന്റെ ബാധ്യത കൂടിയാണ്. പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ, ഒരു നാടിന്റെ MLA ആയിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹം അത് ക്ലിയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം അത് ക്ലിയർ ചെയ്യണമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു മാനനഷ്ട കേസെങ്കിലും ഫയൽ ചെയ്യണമായിരുന്നു. ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത്ര വലിയ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം എന്ന് പറയുന്നത് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രി അല്ല, കേരളത്തിൻ്റെ മൊത്തം മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേസുമായി, മാനനഷ്ട കേസുമായി മുമ്പോട്ട് പോകേണ്ടതാണ്. പക്ഷെ അദ്ദേഹം ഇതേവരെ പോയിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞത് ഈ രണ്ട് വശങ്ങളുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു വില കൊടുക്കണ്ട, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം കാണുന്നുണ്ടാവും. ചിലപ്പോൾ സത്യം ഉണ്ടാവും എന്നുള്ള വാദത്തോട് അത് മലയാളികൾക്ക് ദഹിക്കില്ല. അതെ, അപ്പോൾ അത് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ വല്ലാണ്ട് ചിലപ്പോൾ സ്വപ്നം പറയുന്നത് മൊത്തം സത്യമായിരിക്കാം, പക്ഷെ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ അപ്രസക്തമാക്കാം എന്നുള്ള ചോദ്യം ചിഹ്നം കിടക്കുന്നുണ്ട്. രണ്ട് കൈയും കൂട്ടിയടിച്ചാൽ മാത്രമല്ല ശബ്ദം ഉണ്ടാവുക, കൈ അടിക്കുന്നത് നമ്മുടെ കരണത്താണെങ്കിൽ ഉറപ്പായിട്ടും ശബ്ദം ഉണ്ടാവും. കരണത്ത് നിരന്തരം അടിച്ചോണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ. ഞാൻ പറയട്ടെ, ഞാനും ശബ്ദം നാട്ടുകാർ മൊത്തം കേൾക്കുന്നുണ്ട്, അദ്ദേഹം മാത്രം കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ പറയുക ഇപ്പം ഐശ്വര്യ നേരത്തെ പറഞ്ഞു ഇതൊന്നും മാധ്യമങ്ങൾ ഇപ്പോൾ വല്ലാണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള സാധനം. കാരണം സ്വപ്ന സുരേഷ് ഇത്ര അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള സാധനം. ഇപ്പം ഞങ്ങൾ ഞാൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്ത് പറയണം എന്നുള്ള സാധനം. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഞങ്ങൾ നോക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ സമൂഹത്തിൽ ചർച്ചയാവും റിഫ്ലക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ അത് വലിയ തരത്തിൽ വിവാദത്തിലോട്ട് പോകുമ്പോൾ മാക്സിമം പറയുന്നത് അതിന് മറുപടി കൊടുക്കണ്ട, കീപ് ദ സൈലൻസ്, അത് മെയിൻറ്റെയിൻ വേണ്ട. അങ്ങനെ ആകുമ്പോൾ അവർ പറഞ്ഞ് ആരും മെയിൻ ചെയ്യേണ്ട അവസാനം നിർത്തിയിട്ട് പോകുവാർ. അപ്പം ഒന്നല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ടിരിക്കുന്നത് പറയുന്നത് സത്യമായിരിക്കാം, പക്ഷെ അതിന് മറുപടി കൊടുക്കണ്ട എന്നുള്ളൊരു സാധനം കീപ്പ് ചെയ്യുന്നുണ്ടാകും. കാരണം മറുപടി കൊടുത്താലേ ഉള്ളൂ തിരിച്ച് വീണ്ടും സ്വപ്ന സുരേഷ് അതിന് മറുപടി കൊടുക്കുന്നു, വീണ്ടും അപ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കത്തിക്കേറും, വലിയ തരത്തിൽ ചർച്ചാ വിഷയമാകും. അപ്പോൾ അതിനൊരു വഴി കൊടുക്കണ്ട, അതിന് മിണ്ടാണ്ടിരിക്കുക, അത് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ അദ്ദേഹം അതായിരിക്കും കീപ്പ് ചെയ്യുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലും സത്യം ഉണ്ടാവും, അതിന്റെ പേരിലായിരിക്കും സൈലൻസ് കീപ്പ് ചെയ്യുന്നത്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. മിണ്ടാണ്ടിരുന്നു മറുപടി കൊടുത്തില്ല എന്ന് വെച്ച് നിർത്തിപ്പോകുന്ന ഒരാളാണ് സ്വപ്ന എന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനായിരിക്കണം നിരന്തരം അവരുടെ ഇന്റർവ്യൂസ് പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, കരണത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ജനങ്ങള് വേറെ രീതിയിലായിരിക്കും ഒരുപക്ഷെ. ഇപ്പൊ ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്ന തോൽവിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് എത്ര വലുതാണെന്നുള്ളത് മനസ്സിലായിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഉറപ്പായിട്ടും ഇനി പ്രതികരിക്കണം, ജനങ്ങളുടെ ആവശ്യമാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാന്നുള്ളത്. ഇപ്പൊ അന്താരാഷ്ട്ര കമ്പനിയായ PwC വഴി വരെ ഒരുപാട് കമ്മീഷൻ ഇടപാടുകൾ നടത്തി, വിദേശ ഫണ്ടിങ് ഉണ്ടായി, അത്തരം ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് പറ്റിക്കപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് ഒരാൾ വന്ന് ഇവിടെ ക്ലാരിറ്റി വരുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് വിശ്വസിച്ചേ മതിയാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് ഇപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞ് മനസ്സിലാക്കി തരണം. തെളിവുകൾ വേണം. അത് ജനങ്ങളോട് കാണിക്കേണ്ട ഒരു മാന്യതയാണ്.